ലോകകപ്പിൽ നിന്ന് ഒട്ടും കുറവല്ല ഏഷ്യ കപ്പിന് ഖത്തറിൽ ലഭിക്കുന്ന ആവേശം. ലുസൈലിലാണ് ഫാൻ സോൺ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ഉത്സവ കാഴ്ചകളാണ് ഇനി. ഫുട്ബോളിന് കേവലമൊരു കളി എന്നതിനപ്പുറം ഒട്ടേറെ മാനങ്ങളുണ്ട്. ആരാധകർക്ക് മികച്ച കളി ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ രാജ്യാതിർത്തികൾ ഭേദിക്കുന്ന സൗഹൃദങ്ങളും അവിടെ ഉദയം കൊള്ളണം. കലയും സംസ്കാരവും ഭക്ഷണവും എല്ലാം പരസ്പരം പങ്കുവെക്കണം. അതിനായി ഖത്തറൊരുക്കിയ വേദിയാണ് ലുസൈൽ ബൊലേവാദിലെ ഹലോ ഏഷ്യ. ഞങ്ങളിന്ന് ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്ക് വരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നല്ല പ്രോഗ്രാംസ് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ അത് കണ്ടുകൊണ്ട് വന്നതാണ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യത്തിൻ്റെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ സ്റ്റാളും അവരുടെ കൾച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമാണ്. നമുക്ക് നാളെ ഫിഫേൻ്റെ ഒക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ഇതേപോലെ ഈ ഏരിയയിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല പ്രോഗ്രാംസ് കാണുന്നുണ്ട് ഇവിടെ. മാഷാഅല്ലാ, വീക്കെൻഡായിട്ട് കുട്ടികളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും നല്ലൊരു സ്ഥലമാണ്. കുറേ സ്റ്റാളുകളുണ്ട്, പിന്നെ ഫുഡ്, അതുപോലെ ഓരോ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി, കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ബൊലേവാദിലെ ഈ പ്രധാന റോഡിൽ വാരാന്ത്യങ്ങളിൽ സൂചി കുത്താനിടമില്ലാത്ത തിരക്കാണ്. ഈ വഴിയെ ഒന്ന് കടന്നുപോയാൽ ഏഷ്യയിലെ സാംസ്കാരിക വൈവിധ്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. All the Asian countries in one place, and then I can see good all the countries' culture. I get to see different cultures, and then I feel like we are all same. And even some cultures are same like Kyrgyzstan. വളരെ ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് കാണാൻ, നല്ലോണം എൻജോയ് ചെയ്ത്, നല്ല രസമുണ്ട്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 24 രാജ്യങ്ങൾക്കും ഇവിടെ പവലിയനുണ്ട്. ഓരോ രാജ്യങ്ങളും അവരുടെ പൈതൃക കലകളും സംഗീതവും ഭക്ഷണവും കരകൗശല വസ്തുക്കളുമെല്ലാം സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. താജ്മഹലിന്റെ രൂപത്തിലാണ് ഇന്ത്യൻ പവലിയൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പവലിയന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളെല്ലാ രാജ്യവും കണ്ടിട്ടില്ല, പൂർണ്ണമായിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രാജസ്ഥാൻ, ഡൽഹി, അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണാനായിട്ട് പറ്റിയത്. കേരള സൈഡിൽ നിന്ന് കുറവാണ്. നമ്മളെ ഓരോ പവലിയനൊക്കെ ഭയങ്കര ഉഷാറാണ്, നല്ല വൈബായിട്ട് വരും. നമ്മൾ ഈ തണുപ്പിനനുസരിച്ചുള്ള വൈബാണുള്ളത്. നമ്മൾ പോയി റൂമിലിരുന്നിട്ടൊന്നും ചെയ്യാമല്ലോ, വെറുതെ ഇറങ്ങിയതാണ്. കണ്ടപ്പോൾ അടിപൊളിയായി. ഇപ്പം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളൂ, ആ ടെൻഷനൊക്കെ മാറി. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഉത്സവ പ്രതീതി തന്നെയാണ് കിട്ടുന്നത്. ഒരു അടിപൊളി, ഒന്നും പറയാനില്ല അല്ലേ? പറ, ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഖത്തർ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേശഭാഷാന്തരങ്ങൾക്ക് അതീതമായി മനുഷ്യക്കടൽ അങ്ങനെ ഒഴുകുകയാണ്. തീരത്ത് ഓരോ രാജ്യത്തു നിന്നും സംഗീതവും നൃത്തവുമൊക്കെ അതോടൊപ്പം ചേരുന്നു. എല്ലാ പ്രായക്കാരെയും സന്തോഷിപ്പിക്കാനുള്ള വിഭവങ്ങളുണ്ട് ബൊലേവാദിൽ. ഫ്രീ സ്റ്റൈൽ ഫുട്ബോളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും ഗെയിമിംഗ് സെന്ററുകളുമെല്ലാം സൂപ്പർ ഹിറ്റാണ്. الأجواء خيالية هنا في قطر درب الوسيل. very good. ദിവസത്തിൽ 2 തവണ 24 രാജ്യങ്ങളും അണിനിരയ്ക്കുന്ന പരേഡും അരങ്ങേറും. പരേഡിൽ ഇന്ത്യൻ സംഘത്തിൽ കഥകളിയും ഇടം പിടിച്ചിട്ടുണ്ട്. 1 മാസം നീണ്ടു നിൽക്കുന്ന ഹലോ ഏഷ്യ ഫെബ്രുവരി 10-നാണ് അവസാനിക്കുക. അതുവരെ എല്ലാ ദിവസങ്ങളിലും ലുസൈൽ ബൊലേവാദിലെ ഉത്സവ കാഴ്ചകൾ ആസ്വദിക്കാം. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.